നിയമനിർമ്മാണ സഭകളിൽ സീറ്റെണ്ണം ഉയർന്നാൽ കേരളത്തിൽ എന്ത് സംഭവിക്കും? ലോക്സഭയിൽ കേരളത്തിന്റെ പ്രാതിനിധ്യം കുറയുമോ? എത്ര വനിതകൾ ലോക്സഭയിലും നിയമസഭയിലും എത്തും? എന്താണ് കേരളത്തിന്റെ ആശങ്ക? ന്യൂസ് ഡെസ്കിൽ നിന്ന് സരുണേ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ബില്ലിൽ സംസ്ഥാനങ്ങൾക്ക് വിവേചനം നേരിടേണ്ടി വരില്ലെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറപ്പ്. ലോക്സഭയിലെ പ്രാതിനിധ്യത്തിൽ അപ്പോൾ കേരളത്തിന് ആശങ്ക വേണ്ടെന്നാണോ? അക്കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. 50% വർധന വരുത്തി ലോക്സഭാ സീറ്റുകൾ 543 നിന്ന് 850 ആക്കിയാൽ കേരളത്തിലെ ലോക്സഭാ സീറ്റുകളും കൂടും. 20 എന്നത് 30 ഉയരും. എന്നാൽ ഉത്തർപ്രദേശിൽ 80 നിന്ന് 120 ബീഹാറിൽ 40 നിന്ന് 60 മാറും. നിലവിലെ കണക്കനുസരിച്ച് ലോക്സഭയിലെ ആകെ അംഗങ്ങളിൽ 3.7% കേരളത്തിന്റെ പ്രാതിനിധ്യം. എന്നാൽ സീറ്റുകൾ 30 ഉയർന്നാൽ കേരളത്തിന്റെ പ്രാതിനിധ്യം കുറയുമെന്നാണ് കണക്കുകൾ. Then increasing the seats, who decided how this much number has to be increased? He doesn't know the sentiments of the people of Kerala. There is a pain in some states. There is a pain. Whether we are not the part of this country or not, that pain is there. 30 ലോക്സഭാ സീറ്റുകളായാൽ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് 10 വനിതകളെത്തും. ലോക്സഭയിലേത് മാത്രമല്ല, സംസ്ഥാന നിയമസഭയിലും അംഗങ്ങളുടെ എണ്ണം ഉയരും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞത് 140 മണ്ഡലങ്ങളിലേക്കുള്ള അവസാന തിരഞ്ഞെടുപ്പാണ്. 50% കൂടിയാൽ കേരള നിയമസഭയിൽ അംഗങ്ങളുടെ എണ്ണം 210 ആകും. ഇനി 210 അംഗങ്ങളിൽ 70ഓളം പേർ വനിതകളാകും. കൈയടക്കി വച്ചിരിക്കുന്ന കുത്തക മണ്ഡലങ്ങൾ പലർക്കും വിട്ടു നൽകേണ്ടി വരും. കേവല ഭൂരിപക്ഷം 71 എന്നത് 106 ആകും. കോൺഗ്രസും CPIM-ഉം 100ലേറെ സീറ്റുകളിൽ മത്സരിച്ചേക്കും. കൂടുതൽ സീറ്റുകൾക്കായി മറ്റ് ഘടകകക്ഷികളും ആവശ്യമുന്നയിക്കും. കഴിഞ്ഞ 50 വർഷമായി സംസ്ഥാന നിയമസഭയുടെ അംഗബലം 140 ആണ്. ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം ഉയരുമ്പോൾ ജനസംഖ്യ കൂടുതലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യവും കൂടും. ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള വിവേചനമാണ് ഇതെന്നാണ് ഉയരുന്ന കാതലായ വിമർശനം. ഇതെങ്ങനെ മറികടക്കുമെന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. സരുൺ എ ജോസ്, ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.